ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. അതെ, ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ വെള്ളരിക്ക കൊണ്ട് ഒരു പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ വെള്ളരിക്കയാണ് കേട്ടോ. ഇത് ഞങ്ങൾ കണിവെച്ച വെള്ളരിക്കയാണ്. അപ്പോൾ അതിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ അരിഞ്ഞെടുത്ത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളരിക്കയുടെ കഷ്ണമെല്ലാം അടുപ്പത്തിട്ട് കൊടുത്ത് അതിനകത്തേക്ക് ഇനി നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഏകദേശം ആ വെള്ളരിക്കയുടെ ലെവലിന് തന്നെയാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 4 പച്ചമുളക് രണ്ടായിട്ട് കീറിയതും കുറച്ച് കരിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 മുറി തേങ്ങ ചുരുണ്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ ഒരു 2-3 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ നല്ല തിന്നായിട്ട് നമുക്കൊന്നിതിനെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വെള്ളരിക്കയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളരിക്കയൊക്കെ ഇവിടെ ഏകദേശം തന്നെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്നും കൂടെ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്നത് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ അരപ്പൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ അരപ്പും വെള്ളരിക്കയും കൂടെ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ അരപ്പ് ഇനി ഒരുപാട് തിളയ്ക്കാനൊന്നും നിൽക്കണ്ട. ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കറിക്ക് ഇപ്പോൾ പാകത്തിന് തന്നെ ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മുടെ തൈരാണ് കേട്ടോ. അപ്പോൾ തൈര് അത്യാവശ്യം നല്ല കട്ട തൈരാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈര് നമ്മൾ ചേർക്കുന്നതിന് മുമ്പ് നമ്മുടെ അടുപ്പിൻ്റെ തീയെല്ലാം ഫ്ലെയിം കംപ്ലീറ്റ്ലി ഓഫ് ചെയ്യണം കേട്ടോ. അപ്പോൾ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തൈരൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് റെഡിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലും അതുപോലെ തന്നെ ഈ ചാനലിലെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ഒന്ന് ഓർത്തേക്കണേ. അപ്പോൾ നമ്മുടെ കറിയിൽ ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് തൈരൊക്കെ ഒഴിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഉപ്പ് കുറച്ചും കൂടെ വേണമെന്നുണ്ട് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു കറി ഇവിടെ കംപ്ലീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് മാറ്റി മൂടി വയ്ക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു വറുത്ത് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കടുക് വറുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ തീ ഓഫ് ചെയ്തിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ചില്ലി പൗഡർ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ കടുക് വറുത്തതിന് ഒരു നല്ല കളറും കറിക്ക് നല്ല കളറും ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഈ സമയത്ത് ആ ഒരു മുളകും കൂടെ ഞാൻ അതിനകത്തേക്ക് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ കറി എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കടുക് വറുത്തൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെക്കണം കേട്ടോ. ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് തണുത്തിട്ട് വേണം സെർവ് ചെയ്യാൻ കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒരു പിഞ്ച് ഷുഗർ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് വേണമെങ്കിൽ മതിയേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.